നമസ്തേ സർ സർ ഒരു മിനിറ്റ് ശരിക്കും എനിക്ക് എന്താ പറയുക ഭയങ്കര അതിശയം തോന്നുന്നു. എന്നെ മേനോനങ്കിള് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താലും സർ ഇപ്പോൾ ഈ ഡയസിലായാലും ഞാൻ ഫിലിം ചെയ്തുകൊണ്ടിരുന്ന സമയത്തായാലും എൻ്റെ ലൈഫിന് ഒരു ടേണിംഗ് പോയിന്റ് തന്നത് സാറാണ്. ഐ എം വെരി താങ്ക്ഫുൾ ടു യു സർ. ശരിക്കും മഴയത്ത് മുൻപേ എന്നൊരൊറ്റ ഫിലിം കൊണ്ടാണ് ഞാൻ ഇന്നിവിടം വരെ എത്തിയത്. ഇപ്പോഴും ശ്രുതിയാണോ അപശ്രുതിയാണോ? മിക്കപ്പോഴും അപശ്രുതി തന്നെയാണ് സർ. ഇതാണ് എൻ്റെ പുതിയ ഡയസ്, പുതിയ സ്റ്റേജ്. എങ്ങനെയുണ്ടെന്ന് നോക്കണം ചേച്ചി. അടുക്കളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ? ചേച്ചിമാരോടല്ലേ കൂടുതൽ ചോദിക്കണം. ചേച്ചി ഇങ്ങ് വരും, കാണിച്ചു തരാം. ഞാൻ അവിടെ തന്നെ. അയ്യോ സാർ വരണം, ഐശ്വര്യ വരണം. ശരി ശരി. എന്താണ് പരിപാടി? ഇന്നൊരു ചെറിയൊരു എന്നാ പറയുന്ന തനി നാടൻ വിഭവമായിരുന്നു ചെയ്തേക്കുന്നത്. അല്ല സാറിനോട് ഒരു എന്നാ പറയുന്നത് ചേച്ചി, സത്യം കേട്ടോ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഗിവിംഗ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് സ്പെഷ്യൽ ആണെന്നും കൂടെ വെച്ചോ. എന്റെ അടുക്കളയൊക്കെ ഇഷ്ടമായി. പിന്നെന്താ നല്ല മണമുണ്ട്. ഈ ടി വിയിൽ മണം കേൾക്കാൻ പറ്റില്ല, പക്ഷെ അത് ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. കാണാറുണ്ടോ അപ്പൊ എന്റെ ഷോ? പിന്നെ ഇഷ്ടമായോ ചേച്ചി? ആണോ? അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എന്നെ ലോകത്തേറ്റമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചേച്ചി അപ്പൊ വിളിച്ചു പറയുന്നുണ്ട് അനിയെ അതല്ലേ എന്ന് പറയണേ കേട്ടോ. വേണ്ട സാർ ഏന്ന് വന്നാൽ എന്നെ ശരിക്കും ആനി എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും മഴയത്ത് മുൻപ് കേട്ടോ സർ ഐഡന്റിറ്റി തരുന്നത്. റിയലി താങ്ക്ഫുൾ ടു. പറഞ്ഞാലും വാക്കുകളില്ല എനിക്കത് പറയാൻ സർ. ഇനിയിപ്പോൾ ഞാൻ എന്നെ എന്നാ പറയുന്നത് ഡയറക്റ്റ് ചെയ്തതല്ലേ, അപ്പോൾ ഇനി സർ അന്നേരമൊക്കെ ആനി അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ സാർ പറയേ. ഇല്ല ചേച്ചി, ഇന്ന് ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കാൻ പോകാം. അതാ സർ, കുഞ്ഞുനാൾ മുതൽ മീൻ കോളേജ് ഡേയ്സ് അതൊക്കെ ഒന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? ഡയറക്ടർ കമൽ സാറിനെ മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. അല്ല കുട്ടിക്കാലം ഫിലിമിലേക്ക് വന്നതും ഒക്കെ ഒരു ഡീറ്റെയിൽ. ഈ അടുക്കളയിലിരുന്ന് പറയണം. ഞാനൊരു കാര്യം പറയട്ടെ സർ. ശരിക്കും നമ്മുടെ വീട്ടിലാണെ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സ് തുറന്ന് വർത്താനം പറയാൻ നമ്മുടെ അടുക്കളയിലായിരിക്കും. എല്ലാ വീട്ടിലും എനിക്ക് തോന്നുന്നു മിക്കപ്പോ വീട്ടിലും ഒരു കുഞ്ഞു മേശ ഇല്ലേ അല്ലേ ചേച്ചി? അവിടെ ഇരുന്നായിരിക്കും നമ്മൾ കൂടുതലും മനസ്സ് തുറക്കുന്നത്. ഞാൻ ഹൃദയം തുറന്ന് പറയാം. മാത്രമല്ല എനിക്ക് വലിയ സന്തോഷം ആനിയുടെ അടുക്കളയിൽ ഞങ്ങൾ കയറ്റില്ല, അപ്പൊ അത്രയും സ്വാതന്ത്ര്യം തോന്നല്ലോ. തീർച്ചയായിട്ടും അതിൽ വലിയ സന്തോഷം. താങ്ക് യു അല്ല ഫോർമലായി പോകും, പക്ഷെ എന്നാലും സർ പറയണം. കുട്ടിക്കാലം എന്താ പറയാ, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയാണ്. ഞാൻ മതിലകം എന്ന് പറയുന്ന കൊടുങ്ങല്ലൂർ അടുത്ത് ഒരു സ്ഥലത്താണ് ജനിച്ചത്. അവിടെ ഒരു ഗ്രാമം മാതിരിയുള്ള സ്ഥലമായിരുന്നു. ഇന്ന് ചെറിയ പട്ടണമാണ്. സാധാരണ ഒരു ഗ്രാമം, സാധാരണ സ്കൂള്. അവിടുത്തെ ഒരു അറിയപ്പെടുന്ന ഒരു മുസ്ലിം തറവാട്ടിലാണ് ഞാൻ ജനിച്ചത്. അവിടെ തന്നെയായിരുന്നു സ്കൂളും. സെൻറ്റ് ജോസഫ് സ്കൂൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ നേരെ മുമ്പിൽ തന്നെയായിരുന്നു സ്കൂള്. അവിടെയാണ് 10ാം ക്ലാസ് വരെയും പഠിച്ചതൊക്കെ. എൻ്റെ മദറിൻ്റെ വീടാണ് കൊടുങ്ങല്ലൂരിൽ എറിയാട് എന്ന് പറഞ്ഞ സ്ഥലം. അവിടെയാണ് ഇവരുടെയൊക്കെ വീട്. പടിയത്ത് എന്ന് പറയുന്ന തറവാടാണ് എൻ്റെ മദറിൻ്റെ. വൈഫ് പടിയത്ത് തറവാട്ടിലാണ്. എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മകൾ തന്നെയാണ്. അതറിയില്ല? അതെ അതെ. അപ്പോൾ കുട്ടിക്കാലം മുതലേ കണ്ട് പരിചയമുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എനിക്ക് സിസ്റ്റേഴ്സൊന്നുമില്ല. എൻ്റെ ഉമ്മയ്ക്ക് 3 ആൺമക്കളായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടികളില്ലാത്തതുകൊണ്ട് തന്നെ അമ്മാവന്മാരുടെ പെൺമക്കളെ കൊണ്ട് വീട്ടിൽ നിർത്തും വെക്കേഷൻ ടൈമിൽ. ഈ സമ്മർ വെക്കേഷനൊക്കെ ആവുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ഒരുപാട് അമ്മാവന്മാരും പിന്നെ ഫാദറിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ പെൺമക്കളൊക്കെ ആയിട്ട് കുറേ കസിൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മുറപ്പെണ്ണെന്ന് പറയുമല്ലോ, മുസ്ലിംസിൻ്റെ ഇടയിലും ഹിന്ദുക്കളുടെ ഇടയിലും മുറപ്പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാം എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ പല വെക്കേഷനിൽ പല മുറപ്പെണ്ണുകൾ വരുമായിരുന്നു, പല പ്രായത്തിലുള്ള. അങ്ങനെ ഒരു വെക്കേഷന് വന്ന സമ്മർ വെക്കേഷനിൽ വന്നതാണ് മുറപ്പെണ്ണ് ഇദ്ദേഹം. അത് അദ്ദേഹത്തിൻ്റെ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന വെക്കേഷൻ സമയത്തായിരുന്നു. അന്നും ചെറിയൊരു ഇഷ്ടം ഒക്കെ തോന്നി. സാധാരണ മുറപ്പെണ്ണുങ്ങൾ വരുന്നേക്കാളും ഒരു പ്രത്യേകത ഈ മുറപ്പെണ്ണോട് അതുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഉമ്മയുടെ തറവാട്ടിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അധികം സംസാരിക്കില്ലായിരുന്നു എൻ്റെ അടുത്ത്. ഭയങ്കര റിസർവ്ഡായിട്ട് ജാടയൊക്കെ എടുത്ത് വർത്താനം പറയാൻ എനിക്ക് ഓർമ്മയില്ല. കാരണം മറ്റു കസിൻസൊക്കെ സംസാരിക്കുന്നവർ പെൺകുട്ടികൾ സംസാരിക്കില്ലായിരുന്നു. അപ്പോൾ അതെന്താണെന്നുള്ളത് എനിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു. അതായിരിക്കാം ചിലപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നാൻ കാരണം. പിന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് സംസാരിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന ആ വെക്കേഷൻ കാലത്താണ്. അതിനുശേഷം കോളേജിൽ ചേർന്നു. അപ്പോൾ ഞാൻ കോളേജിൽ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കത്തയക്കുമായിരുന്നു. ക്രിസ്മസ് കാർഡ്, ന്യൂ ഇയർ കാർഡൊക്കെ അയക്കുമായിരുന്നു. അന്ന് അങ്ങനെയാണല്ലോ, അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ.
അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിക്കേഷന് ഒരു വഴിയില്ലല്ലോ. അങ്ങനെയാണ് ചെറിയ മാത്രം ഈ മുറപ്പെണ്ണ് മാത്രം സത്യം. അതിനുശേഷം ഞാൻ കോളേജൊക്കെ കഴിഞ്ഞ് മദ്രാസിൽ സിനിമ എന്നൊക്കെ പറഞ്ഞ് പോയി. അപ്പോഴും മദ്രാസിലെ വിശേഷങ്ങളൊക്കെ ഞാനൊരു കഥ എഴുതണ വരികയാണ് കത്തെഴുതി അയച്ചിരുന്നത്. ആ കത്തുകൾ കുറേ കാലം സൂക്ഷിച്ചു വെച്ചിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടും കുറേ കാലം രസമുള്ള കത്തുകളായിരുന്നു. ചേച്ചി കത്തുകളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഇനിയിപ്പോ ഈ സമയത്ത് അടുത്ത കത്ത് വരും എന്നൊക്കെ? അത് വെറും ഒരു കത്ത് മാത്രമായിരുന്നില്ല, മദ്രാസിലെ എൻ്റെ ജീവിതവും കൂടിയായിരുന്നു ഞാൻ കത്ത് മാതിരി എഴുതിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം ഞാൻ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ്, എൻ്റെ സ്വപ്നങ്ങൾ എന്താണ്, അങ്ങനെയൊക്കെയുള്ളൊരു കത്തായിരുന്നു. അപ്പോൾ അതിനൊരു വേണമെങ്കിൽ ഒരു കഥയുടെ അല്ലെങ്കിൽ ഒരു ഫീച്ചറിൻ്റെ ഒക്കെ ഒരു സ്വഭാവമുള്ള കത്തുകളായിരുന്നു ഓരോന്നും. അതിനൊരു സുഖം ഉണ്ടായിരുന്നു. ആ ഒരു കാലം ഒരു പ്രത്യേക. ശരിക്കും സർ മദ്രാസിൽ വന്നപ്പോഴേ സർ ഡയറക്ടറായിട്ട് ഒരു ഡയറക്ടർ ആയതല്ലോ? അല്ലല്ല, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് മദ്രാസിലുണ്ടായിരുന്നത്. ഫസ്റ്റ് ആരുടെ വർക്ക് ചെയ്യുന്നത്? ആദ്യം ഞാൻ ത്രാസം എന്ന് പറഞ്ഞ പടമായിട്ടാണ് തുടങ്ങുന്നത്. ത്രാസം എൻ്റെ അമ്മാവൻ തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്തത്. അദ്ദേഹം അഡ്വക്കേറ്റ് ആയിരുന്നു. പടിയൻ എന്നുള്ള പേര്. ഒരു ഓഫ് ബീറ്റ് ഫിലിമായിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമായിരുന്നു. 79 അത് ഷൂട്ട് ചെയ്തത്. അതിന് കഥ എഴുതിക്കൊണ്ട്, കഥയും തിരക്കഥ എഴുതിക്കൊണ്ടാണ് ഞാൻ കടന്നു വരുന്നത്. അപ്പോൾ കോളേജ് കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ തന്നെയാണ്. അങ്ങനെയാണ് ശരിക്കും കഥ എഴുതിക്കൊണ്ട് സിനിമയിൽ വന്ന് അസോസിയേറ്റ് ഡയറക്ടർ വരുന്നതിൻ്റെ. പിന്നെ മദ്രാസിൽ പോയി. ആദ്യം മദ്രാസിലെ കോടമ്പക്കത്ത് ഞാൻ ആദ്യം വർക്ക് ചെയ്തത് AB രാജ് സാറിൻ്റെ കൂടെയായിരുന്നു. പ്രൈം മിനിസ്റ്ററൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമ, കാലം കാത്തുനിന്നില്ല എന്നുണ്ട്. പിന്നെ ആനക്കളരി എന്ന് പറഞ്ഞിട്ടൊരു പടം, അതൊന്നും അത്ര അറിയപ്പെടുന്ന സിനിമകളല്ല. പിന്നെ PN മേനോൻ സാറിൻ്റെ കൂടെയാണ് കൂടുതൽ വർക്ക് ചെയ്തത്. അതിനുശേഷം സേതുമാധവ് സാറ്, ഭരതേട്ടൻ, ലെനിൻ രാജേന്ദ്രൻ, അങ്ങനെ കുറേ സംവിധായകരുടെ കൂടെ പിന്നെ വർക്ക് ചെയ്തു. ഗുരു ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരു എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് PN മേനോൻ സാറാണ്. കാരണം അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞെങ്കിൽ സിനിമ എന്താണെന്ന് എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്ന് മനസ്സിലാക്കി തന്ന ഒരു സംവിധായകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ്. ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്ത മൂവി ഏതാ? ഫസ്റ്റ് മിഴുനീർ പൂകൾ എന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ, ഉർവശി, ലിസിയൊക്കെ അഭിനയിച്ചാണ്. 1986 അത്. അന്ന് അതിന് ജനിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ജനിച്ചിട്ടുണ്ടോ? അത് പറയണില്ല, പ്രായം പറയണ്ട. അല്ല, എനിക്ക് ഒരു പേടിയില്ല. ഞാൻ 77, എനിക്ക് ഒരു പേടിയില്ല ജനിക്കുന്നത്. അയ്യോ, ഞാൻ 77 വയസ്സായെന്നല്ല പറഞ്ഞത്, 77 ജനിച്ചതെന്നാ പറയുന്നത്. ഓക്കെ സർ, അപ്പൊ ഇപ്പൊ എല്ലാം പറഞ്ഞ സർ കഥ എഴുതിയിട്ടാണ് ഫിലിമിലേക്ക് വന്നത്. പിന്നെ എങ്ങനെ ഡയറക്ഷൻ, ഹൗ ഡു ചൂസ്? ഇല്ല, ഞാൻ ആ കഥ എഴുതുമ്പോൾ തന്നെ ഡയറക്ഷൻ ആയിരുന്നു എൻ്റെ സ്വപ്നം. എന്ന് വെച്ചാൽ ഡയറക്ടർ ആകണം എന്നുള്ളതാണ്. അഭിനയിക്കണമെന്നൊക്കെ ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് എനിക്ക് പറ്റിയ പണിയല്ലാന്ന്. അതുകൊണ്ട് ആദ്യം തന്നെ ആ പരിപാടി വേണ്ടെന്ന് വെച്ചു. പിന്നെ അറിയാവുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന തൊഴിൽ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഡയറക്ഷനിലേക്ക് ഇറങ്ങിയത്. സിനിമയിൽ വന്ന കാലം മുതൽ അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും ഭരിക്കാലോ, എല്ലാവരും വരട്ടാലോ. പക്ഷേ ഒരു കാര്യം പറയാം, സാർ ഇപ്പോൾ പറഞ്ഞില്ലേ ഭരിക്കാം വരട്ടാം എന്നൊക്കെ. പക്ഷേ എൻ്റെ 4th മൂവി ആയിരുന്നു ചേച്ചി മഴയത്ത് മുൻപേ എന്ന് പറഞ്ഞാൽ. ശരിക്കും എൻ്റെ മനസ്സിൽ ഞാൻ ഫ്രീ ആയിട്ട് ഒരു ടെൻഷൻ ഇല്ലാതെ അഭിനയിച്ച ഒരു ഫിലിം സാറിൻ്റെ കൂടെ. അതിനുശേഷമാണ് എനിക്ക് ഫിലിമിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നത് തന്നെ. അത്ര ഫ്രീ ആയിട്ടാണ് കമൽ സർ ഓരോ സീനും ഓരോ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ അഭിനയിച്ച് തരും നമുക്ക്. അത്ര ഈസി ആകും സാർ, അതങ്ങനെ പേടിക്കാനൊന്നും ഇല്ല. അല്ലാതെ നല്ലൊരു ടീം വർക്ക് ആയിരുന്നു അത്. പ്രത്യേകിച്ചും മമ്മൂക്കാട് കൂടെ ആദ്യമായിട്ട് അയ്യോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ എന്നോട് പറയുമായിരുന്നു. അപ്പോൾ ഞാനോട് പറഞ്ഞു അത് പ്രശ്നമൊന്നുമില്ല, മൂപ്പര് ആദ്യം കുറച്ച് ജാടയൊക്കെ കാണിക്കുക, അത് മൂപ്പര് രീതിയാണ്. പിന്നെ ഏറ്റവും ഫ്രണ്ട്ലി ആവുകയും അല്ലേ, ഏറ്റവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. പുള്ളി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഈ സീൻ ബൈ സീൻ ആയിട്ട് ഹെൽപ്പ് ചെയ്ത് നമ്മളെ ഒത്തിരി കോൺഫിഡൻറ്റ് തന്ന ഒരു വ്യക്തിയും കൂടിയാണ് സർ. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം സർ സ്ക്രിപ്റ്റ് ചെയ്തു, ഇപ്പം ഡയറക്ഷൻ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ബേസ് ഒരു ഫിലിം ഹിറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു ബേസ് വേണമല്ലോ. അത് സാർ എന്താ വിശ്വസിക്കുന്നത്? ഒരു ഡയറക്ഷനാണോ, ഒരു സ്ക്രിപ്റ്റാണോ, അതോ ഒരു ഫിലിമിൻ്റെ ബാക്കി കൊമേഴ്ഷ്യൽ വൈസ് പോകുന്നതുകൊണ്ടാണോ ഒരു പടം ഹിറ്റാവുന്നത്? പടം ഹിറ്റാവുന്നതും പടം നന്നാവുന്നതും തീർച്ചയായിട്ടും നല്ല സംവിധായകൻ അതിൻ്റെ പുറകിലുണ്ടാകുമ്പോഴാണ്. കാരണം അയാളുടെ കാഴ്ചപ്പാടാണ് ഒരു സിനിമ, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഒരു സംവിധായകൻ്റെ കയ്യൊപ്പ് അല്ലെങ്കിൽ സംവിധായകൻ്റെ കല. സിനിമ എന്ന് പറയുന്ന സംവിധായകൻ്റെ കല എന്ന് പറയുന്നതിന് കാരണം അതാണ്. അപ്പോൾ ഒരു തിരക്കഥ തിരഞ്ഞെടുക്കുന്നതിൽ പോലും സംവിധായകൻ്റെ ആ കാഴ്ചപ്പാടുണ്ടെന്നുള്ളത്. ഏത് തരം സിനിമയാണ് ഞാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു സംവിധായകൻ ചെയ്യേണ്ടത്, അതിനനുസരിച്ചാണ് അയാൾ തിരക്കഥ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം മലയാളത്തിൽ തന്നെ നമുക്കറിയാം ഓരോ ഇപ്പോൾ പല തിരക്കഥാകൃത്തുകൾ ആലോചിച്ച് ഓരോ സംവിധായകർക്ക് ചെയ്യുമ്പോൾ അവരുടേതായ രീതിയിൽ സിനിമകൾ വരാറുണ്ട് അല്ലേ. നമുക്ക് ആലോചിച്ചറിയാം. ഇപ്പോൾ ഷാജിയുടെ കാര്യം തന്നെ അറിയാമല്ലോ. ഷാജി രഞ്ജിയും കൂടി പടങ്ങൾ ചെയ്തു. അതിനുശേഷം രഞ്ജിത്തുമായിട്ട് ഷാജി ചെയ്തപ്പോഴൊക്കെ ആ സംവിധായകന് വേണ്ടതാണ് ആ എഴുത്തുകാരൻ കൊടുത്തിട്ടുള്ളത്. ചെയ്യുവാണെങ്കിൽ ഒരു ഷാജിക്കുള്ള സിഗ്നേച്ചർ അല്ല, കമൽ സാറിന്റെ പടമാണെങ്കിൽ കമൽ സാറിന്റെ സിഗ്നേച്ചർ ഉണ്ടാവും. ഇപ്പം വേറെ കാര്യം ചോദിക്കട്ടെ സാർ, ഇപ്പം സാറ് സ്ക്രിപ്റ്റ് എഴുതി ഇതിലേക്ക് വന്നു, പക്ഷേ ഡയറക്ഷൻ ചെയ്യുന്നു, പക്ഷേ സ്റ്റിൽ യു നോ വാട്ട് ഇസ് എ സ്ക്രിപ്റ്റ്. സാറിനൂടെ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സാറിന് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ?
ആരായാലും ശരി നമ്മൾ നമ്മുടെ മനസ്സറിയുന്ന ഒരു തിരക്കഥാകൃത്താണെങ്കിൽ പെട്ടെന്ന് ഒരു റാപ്പും ഉണ്ടാവും. അല്ലാത്ത തിരക്കഥാകൃത്തിൻ്റെ കൂടെ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. നമുക്ക് എളുപ്പമാവും വർക്ക്ഔട്ട് ചെയ്യാൻ അല്ലേ. ഓ സാറും ചേച്ചിയും വന്നിട്ട് ഞാൻ ഇതുവരെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, ഒന്നും കഴിക്കാൻ പോലും തന്നില്ല, കുടിക്കാനും തന്നില്ല, ഞാൻ വിളമ്പിയേച്ചിരിക്കാം. കഴിക്കണം സാർ. കഴിക്കും തീർച്ചയായിട്ടും കഴിക്കും. ആനി ഉണ്ടാക്കിയിട്ട് കഴിക്കാതിരിക്കാൻ പറ്റില്ല. ചേച്ചി സബു നോക്ക്, ഇത് ഞാൻ സത്യത്തിൽ ഞാനിവിടെ വരുമ്പോൾ ഇതിൻ്റെ പാർട്ടിയുടെ ആൾക്കാരോട് ചോദിച്ചു, ഇത് ആനി സ്വന്തമായിട്ട് ആണോ എവിടെന്നെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കലാണ്. കൺമുന്നേ കണ്ടല്ലേ കൺമുൻപേ കണ്ടു. അപ്പോൾ വിശ്വാസം ബിഗിനിങ് ഇനീഷ്യൽ സ്റ്റേജ് തുടങ്ങി നമ്മൾ കാണുന്നതല്ലേ. നല്ലതായിട്ട് വ്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അതാ താങ്ക് യു ചേച്ചി. അല്ല ആനി എന്ന് കുക്കിംഗ് പഠിച്ചു എന്നൊക്കെ ആയിരുന്നു എനിക്കിപ്പോൾ സംശയം. അതെ, കുക്കിംഗ് ശരിക്കും അന്നൊന്നും സർ കാണുന്ന സമയത്ത് എനിക്ക് ഒരു വാക്കേ അറിയില്ലായിരുന്നു സത്യം. എന്നെ ഏട്ടൻ്റെ അമ്മ പഠിപ്പിച്ചല്ലേ. അപ്പോൾ ഷാജിക്ക് ഒരു സല്യൂട്ട്, ഷാജിയുടെ അമ്മയ്ക്കും.